ഹായ് ഓൾ. സ്ത്രീകളായതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ ശക്തരായി നിൽക്കണം, എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നൊന്നുമില്ലല്ലോ. വുമൻ ക്യാൻ ബി ഇംപെർഫെക്റ്റ് ടു. ചില ദിവസങ്ങളിൽ സ്ത്രീകളും തളർന്നു പോയേക്കാം. ഇത് അങ്ങനെയുള്ളൊരു ദിവസമാണ്. കുറേ ലേറ്റായിട്ട് എഴുന്നേറ്റൊരു ദിവസമായിരുന്നു. പിന്നെ കിച്ചണിലേക്ക് വന്ന് നോക്കിയപ്പോൾ ഇവർ രണ്ടുപേരും ഇത് പിടിച്ചിരിക്കുന്നു. അപ്പോൾ പിന്നെ ഇത് തന്നെ നൂഡിൽസ് തന്നെ രാവിലത്തേക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. മോള് പറഞ്ഞു അവൾ ഉണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുപേരും കൂടി നൂഡിൽസ് ഉണ്ടാക്കായിരുന്നു. ഇതൊരു ചീസി സ്പൈസി നൂഡിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇതായിരുന്നു. കുറച്ച് സ്പൈസി ആയിരുന്നു, പക്ഷെ അത്ര അങ്ങനെ ചീസി ഒന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാൻ അതിലേക്ക് 2 മുട്ട വറുത്തിട്ട് അതിലേക്ക് കൊത്തി ഒഴിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഒട്ടും വയ്യാത്തൊരു ദിവസമായിരുന്നു. എഴുന്നേൽക്കാൻ പോലും മനസ്സില്ലാത്തൊരു ദിവസം. പക്ഷേ അങ്ങനെ കിടക്കാൻ പറ്റില്ലല്ലോ, അസുഖം പോലും ഒരു ലക്ഷറി ആണ് എന്നല്ലേ. നമുക്ക് വയ്യാതായി ഒരു ദിവസം ഒരു ഇച്ചിരി നേരം കൂടുതൽ കിടക്കാം എന്ന് വിചാരിച്ചാലും അപ്പോൾ വീട്ടിൽ എല്ലാവർക്കും വിശപ്പുണ്ടാവും, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, പിന്നെയും വീട്ടിലെ കുറേ പണികളുണ്ടാവും, വാഷിംഗ് ക്ലീനിങ്. ഇതൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ തന്നെ എഴുന്നേറ്റ് വരും അല്ലേ. ആരും നമ്മളെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിലും ഒന്നുമില്ലെങ്കിലും ആരെങ്കിലും ഒക്കെ നമ്മളോട് ഒരു ഹൗ ആർ യു ഓർ ആർ യു ഓക്കെ എന്ന് ചോദിക്കാനുണ്ടായാൽ നമ്മുടെ പകുതി അസുഖങ്ങളൊക്കെ മാറും എന്നല്ലേ. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ആലോചിച്ചുകൊണ്ടിരുന്ന ദിവസം ആരും മുമ്പോട്ട് പോകില്ല, ആരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനും വരില്ല എന്ന് നന്നായിട്ട് അറിയാം. പിന്നെ ഇന്നൊരു ഹോളിഡേ ആണ്, പല കാര്യങ്ങളും ചെയ്തു തീർക്കാനുള്ളൊരു ദിവസമാണ്. ക്ലീനിങ്, വാഷിങ്, അങ്ങനെ പല പരിപാടികളുണ്ട്. ഗ്രോസറിക്കൊക്കെ റീസ്റ്റോക്ക് ചെയ്യണം. അങ്ങനെ പല കാര്യങ്ങളുള്ള സ്ഥിതിക്ക് ഇപ്പോൾ എന്തായാലും വയ്യ എന്ന് പറഞ്ഞ് കിടന്നാൽ ശരിയാകില്ല. ഇന്നെന്തായാലും ഇപ്പോൾ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല. മോർണിംഗിൽ ഇപ്പോൾ എന്തായാലും ഇതോടുകൂടി കാര്യം കഴിയും. പിന്നെ ഉച്ചയ്ക്ക് ഓൾറെഡി ചോറും കറിയുണ്ട്. അപ്പോൾ അത് അങ്ങനെ പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല. പക്ഷേ ബാക്കിയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനുണ്ട്. ഞാൻ പറയുന്നതൊക്കെ കുറച്ച് പേർക്കെങ്കിലും ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കൊക്കെ ലീവ് അല്ലെങ്കിൽ ഹോളിഡേ എന്ന് പറയുന്ന ഒരു ദിവസം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. മൺഡേ ടു ഫ്രൈഡേ സ്കൂൾ, ഓഫീസ്, അങ്ങനെ നമ്മൾ ബിസി ആയിരിക്കും. പിന്നെ സാറ്റർഡേ സൺഡേ എന്ന് പറയുമ്പോൾ വീട്ടിൽ ഈ മൺഡേ ടു ഫ്രൈഡേ ഉള്ള കുറേ വാഷിംഗ്, ക്ലീനിങ്, അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ടാവും. പിന്നെ പറയുന്നത് പോലെ ഇവിടെ എല്ലാ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനത്തെ എല്ലാം റീസ്റ്റോക്ക് ചെയ്യുന്നതും ഈ 2 ദിവസം ഹോളിഡേ കിട്ടുമ്പോഴായിരിക്കും. അപ്പോൾ അന്നും നമുക്ക് ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ഒരു ഹോളിഡേ അങ്ങനെ എന്ന് പറയാൻ പറ്റുന്ന ഒരു ഇതിനിടയിലൊക്കെ നമുക്കും ഒരു റെസ്റ്റ് വേണം, വിശ്രമം വേണം എന്ന് വിചാരിക്കുന്നവർ വളരെ കുറവായിരിക്കും അല്ലേ. അവരുടെയൊക്കെ കണ്ണിൽ നമ്മളൊക്കെ ഒരു സൂപ്പർ പവേഴ്സ് ആയിരിക്കില്ല, ഒരിക്കലും തളരാത്ത ഒരു സൂപ്പർ പവർ. വീട്ടിലെ അമ്മ അല്ലെങ്കിൽ സ്ത്രീ ഒന്ന് വയ്യാതെ അല്ലെങ്കിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് ഇരിപ്പായി കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് തകിടം മറിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥയായിരിക്കും അല്ലേ. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നു, പിന്നെ തുണികളൊക്കെ ഒന്ന് വെയിലിടാനും അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു പണികൾ ഒന്ന് വേഗം ഒന്ന് തീർത്ത് വെച്ചു. പിന്നെ ചോറും കറിയൊക്കെ ഓൾറെഡി ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് തന്നെ ചൂടാക്കിയിട്ട് കഴിച്ചു. തലേ ദിവസത്തെ പനീറും മട്ടറുമായിട്ടുള്ള കറി ഉണ്ടായിരുന്നു, പിന്നെ തൈര്, അതൊക്കെ വെച്ചിട്ട് അങ്ങനെ ഉച്ചയ്ക്ക് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. പാരൻസ് എപ്പോഴും കുട്ടികൾക്ക് കഴിയുന്നത് വിധം ബെസ്റ്റ്, അവർക്ക് കഴിയുന്നതിൽ വെച്ച് ബെസ്റ്റ് കൊടുക്കണം എന്ന് വിചാരിക്കുന്നവരാണ്. അവർക്ക് പറ്റുന്നതിൽ മാക്സിമം ചെയ്യുന്നവരായിരിക്കും. നമ്മളൊരിക്കലും നമ്മുടെ കുട്ടികൾക്ക് ഒരു അൺഹെൽത്തി ലൈഫ് സ്റ്റൈലോ അൺഹെൽത്തി ആയിട്ട് എന്തെങ്കിലും കൊടുക്കണമെന്നോ ആഗ്രഹിക്കുന്നതായിരിക്കില്ല. പക്ഷേ ചിലപ്പോൾ അങ്ങനെ സാഹചര്യങ്ങൾ കൊണ്ട് അങ്ങനെ വരുന്നവരും ഉണ്ടായിരിക്കും. ഞാൻ മാക്സിമം കുട്ടികൾക്ക് വീട്ടിൽ കുക്ക് ചെയ്ത ഫുഡ് തന്നെയാണ് കൊടുക്കാൻ നോക്കാറ്. ഈവൻ സ്നാക്സ് ആയാലും പറ്റുന്നത് പോലെ നമ്മൾ വീട്ടിലുണ്ടാക്കി കൊടുക്കാനാണ് ട്രൈ ചെയ്യാറ്. പക്ഷേ പല ദിവസങ്ങളിലും അതൊന്നും പറ്റാതെ പുറത്തുനിന്ന് ഓർഡർ ചെയ്യേണ്ട അവസ്ഥകൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തോ അല്ലെങ്കിൽ പുറത്തുനിന്നോ അങ്ങനെ കഴിക്കുന്ന ദിവസങ്ങളിൽ മേ ബി ഒരു 2 വീക്സിൽ ഒരു നേരമൊക്കെ ആയിരിക്കും ഞങ്ങൾ കഴിക്കുന്നത്. അതും ഒഴിച്ചുകൂടാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വരുമ്പോഴാണ് അങ്ങനെ ചെയ്യാറ്. അത് വരുമ്പോൾ ഒരു തേർഡ് പേഴ്സൺ അതിനെ നോക്കിക്കാണുന്നത് ആ വീട്ടിലെ അമ്മയ്ക്ക് എന്താ ഉണ്ടാക്കി കൊടുത്താൽ എന്താ, കുട്ടികൾക്ക് എന്തിനാ ഇങ്ങനെ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ച് കൊടുക്കുന്നത്, അങ്ങനെ 100 ക്വസ്റ്റ്യൻസ്. മേ ബി ക്ലോസ് റിലേറ്റീവ്സ് ആയിരിക്കും, നമ്മൾ നന്നായിട്ട് അറിയുന്നവരായിരിക്കും, അവരായിരിക്കും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്നത്. ഇവരാരും ബാക്കിയുള്ള ദിവസങ്ങളിൽ ഒരു മാസത്തിൽ ചിലപ്പോൾ ബാക്കി 29 ദിവസവും നമ്മൾ വീട്ടിൽ തന്നെ ഫുഡ് ഉണ്ടാക്കിയിട്ടായിരിക്കും കഴിക്കുന്നത്. ആ ദിവസങ്ങളിൽ നമ്മൾ എത്ര സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്, എങ്ങനെയാണ് എന്താണ് എന്നൊന്നും അന്വേഷിക്കാനായിട്ട് ആരും ഉണ്ടാവില്ല. പക്ഷേ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായാൽ അപ്പോൾ 100 ക്വസ്റ്റ്യൻസ് ചോദിക്കാനായിട്ട് എവരി വൺ വിൽ ബി ഇത്. എനിക്ക് തോന്നുന്നു ഇതുപോലെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന അമ്മമാരും വേറെ ഉണ്ടായിരിക്കും. അതോ എനിക്കറിയില്ല, എനിക്ക് മാത്രമായിട്ടുണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ആണോ എങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങളിത് ഇന്നത്തെ ഈവനിങ്ങിലെ ഫുഡ് ഞങ്ങൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ബർഗറും പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തോ ചിക്കൻ നഗ്ഗറ്റ്സും പിന്നെ പെരി പെരി ഫ്രൈസ് ആയിരുന്നു. പെരി പെരി ഫ്രൈസിൻ്റെ മസാല വേറെയായിരുന്നു, ഫ്രൈസ് വേറെയായിരുന്നു. അത് രണ്ടും കൂടി ഒരു കവറിലിട്ടിട്ട് നമ്മൾ ഷെയ്ക്ക് ചെയ്യണം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ. നല്ല സ്പൈസി ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ചു. അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു പോയി. ഈ വീഡിയോ കാണുന്ന അമ്മമാർക്ക് നിങ്ങളാരും ഒറ്റയ്ക്കല്ല. ദർ ആർ സോ മെനി ലൈക്ക് അസ്. നമ്മളെല്ലാത്തിലും പെർഫെക്റ്റ് ആവാൻ ട്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. സോ ബൈ ബൈ.